റമദാൻ ആരംഭിച്ചതു മുതൽ തന്നെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വിശ്വാസികളാണ് ഇരു ഹറമുകളിലും എത്തുന്നത്. ആദ്യ ദിവസം തന്നെ ഉംറ നിർവഹിക്കാനും ഹറമിലെ രാത്രി നമസ്കാരത്തിൽ പങ്കെടുക്കാനുമായി ആഭ്യന്തര സന്ദർശകർ കൂടിയായതോടെ മക്കയിൽ കനത്ത തിരക്കനുഭവപ്പെട്ടു. കനത്ത ചൂടിലും വിശ്വാസികൾ മക്കയിലേക്ക് ഒഴുകുകയാണ്. പകൽ സമയങ്ങളിൽ 50 ഡിഗ്രിയാണ് മക്കയിലെ ചൂട്. തിരക്ക് വർദ്ധിച്ചതോടെ ഹറമിനടുത്തേക്ക് വാഹനങ്ങൾ കയറ്റിവിട്ടില്ല. ഹറമിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാരണം ശക്തമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ നോമ്പുതുറക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളും വൻകിട കമ്പനികളും സ്വദേശി പൗരന്മാരും ഇരുഹറം കാര്യ മന്ത്രാലയത്തിനൊപ്പം നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. വിശുദ്ധ മാസത്തിന്റെ പുണ്യം തേടാൻ കേരളത്തിൽ നിന്നും നിരവധി തീർത്ഥാടകരാണ് ഇത്തവണയും മക്കയിലുള്ളത്. കനത്ത ചൂടും ദൈർഘ്യമേറിയ പകലുമാണെങ്കിലും കൂടുതൽ സമയം ഹറമിൽ സമയം കണ്ടെത്തുകയാണ് ഇവർ. ലോഹറിക്കാണ് പോയി നോമ്പ് തുറന്നിട്ട് ഇങ്ങോട്ട് വരികയാണ്. അതിലൊക്കെ അപൂർവ ആളുകളൊക്കെ ചിലപ്പോൾ ലോഹർ കഴിഞ്ഞിട്ട് സാധാരണ ഉറങ്ങുന്ന ആളുകളൊക്കെ വരാറുണ്ട്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് നോമ്പ് തുറക്ക് അൽഹംദുലില്ലാ ഹറമിൽ വളരെ സന്തോഷകരമായ ഒരവസ്ഥയാണ് ഹറമിൽ നോമ്പ് തുറക്ക്. മദീനയിലെ മസ്ജിദുൻ നബവിയിലും ആദ്യ നോമ്പിന് നല്ല തിരക്കനുഭവപ്പെട്ടു. വരും ദിവസങ്ങളിൽ രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി കൂടുതൽ തീർത്ഥാടകർ മക്കയിലും മദീനയിലും എത്തിച്ചേരും. റബീഹ് മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ.